എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഫ്ലോട്ടിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ദീർഘചതുരാകൃതിയിലുള്ള ഒരു കറുത്ത ബോർഡാണ്. അത് സപ്പോസ് അല്ലെങ്കിൽ സാങ്കല്പികമാണ്. ഇതൊരു സ്ഥലമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. അതിനകത്ത് ഞാനൊരു ചതുരം വരയ്ക്കുന്നു. ആ ചതുരം വരയ്ക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത സ്ഥലമാണ് ഇപ്പം ഒരു ഫ്ലോട്ടായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഈസ്റ്റ് സ്ഥലങ്ങളുണ്ട്. അത് കറക്റ്റ് സ്ട്രെയിറ്റ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അതിരുകൾ ഡിസോർഡർ ആകുന്നത് കൊണ്ട് നമ്മൾ അതിനകത്ത് നടുക്കത്തെ ഒരു സ്ക്വയർ, ആ സ്ക്വയറിനകത്തുനിന്ന് ഞാൻ 4 ഖണ്ഡങ്ങളാക്കി തിരിക്കുകയാണ്. ആ തിരിക്കുമ്പം വടക്ക് കിഴക്കേ ഖണ്ഡം ഈശാഖണ്ഡം, തെക്ക് പടിഞ്ഞാറേ ഖണ്ഡം നിരുതി ഖണ്ഡം, തെക്ക് കിഴക്കേ ഖണ്ഡം അഗ്നിഖണ്ഡം, വടക്ക് പടിഞ്ഞാറേ ഖണ്ഡം വായുഖണ്ഡം. ഈ വലിയ ഖണ്ഡത്തിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 ഖണ്ഡങ്ങളാക്കിയിട്ടുണ്ട്. ഈ 4നെ കോൺ അടയാളപ്പെടുത്തുകയാണ്. അതിനകത്ത് ഈ എല്ലാ കോണുകളും ഖണ്ഡിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതാണ് ബ്രഹ്മസ്ഥാനം. ഈ ചതുരത്തിൻ്റെ സെൻട്രിൽ കൂടെ ഒരു ക്രോസ് ലൈൻ വരച്ചിട്ടുണ്ട്. അതാണ് യമസൂത്രം. അങ്ങനെ സ്ട്രൈറ്റ് ലൈന്, ക്രോസ്, കോണോട് കോൺ, അങ്ങനെ 8 ലൈനുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പോയിന്റാണ് ബ്രഹ്മസ്ഥാനം. അടുത്തത് പിന്നീട് കാണാം.